ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്തട്ടോ. ഒറ്റപ്പാലത്ത് നിന്ന് പെട്ടെന്നുള്ള ഒരു പരിപാടിയാണ്. ഫ്രണ്ട്സൊക്കെ പാടായിട്ട് നെല്ലിയാമ്പതി പോകാൻ. ഞാൻ കാമേശ്വരം ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് മഴ കാരണം ആരും വർക്കിന് പോകാൻ പോയിട്ടില്ല, നെല്ലിയാമ്പതി പോകാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ കാറ് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് കൂട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. ഇവനെ കാത്തിട്ട് എൻ്റെ 10-20 മിനിറ്റ് അവിടെ പോയി. ഇതെങ്ങനെ വീഡിയോ ആക്കിയിട്ടാണല്ലോ ഒരു ടൂറ് കൊണ്ടുള്ള അതിനാണ് ഈ പണിയെടുക്കണേ. ഒരാളുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട്. ഞാൻ തടി കൂടുതലാണ്. അഡ്ജസ്റ്റ് ബ്രിട്ടീഷുകാർക്ക് വിൽക്കാൻ കൊടുത്ത പോലെ ഇപ്പൊ. ഞാൻ നേരെ പോലെ വണ്ടി ഓടിക്കലായിരുന്നു. അപ്പൊ അല്ല വേണ്ട, ഞാൻ തടി അമ്മയെന്ന് അറിയിക്കാനേ ഇന്നെ കുറ്റം പറഞ്ഞ ജംഷേക്കവര് സനുബ ചവിട്ടി വീട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കളിക്കല്ലേ. വണ്ടി വരുന്നുണ്ട് ഫ്രണ്ട് റോഡാട്ടോ. ഷിമർക്കവിടെ ഞാൻ നെല്ലിയാമ്പതി എത്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് എഴുതി കൊടുക്കണം കേട്ടോ. എന്താ തന്നെ പറഞ്ഞേ? തിരിച്ചു വരുമ്പോ കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ മിസ്സായി. അവര് പത്രത്തിൽ കൊടുക്കും. മൊത്തം ഈ കാട് മൊത്തം ഫോറസ്റ്റ് മണി. ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മതില്ല തേക്കൊക്കെ. പക്ഷെ എത്ര കൊല്ലം പഴക്കമുള്ള, ചെറിയ കൊല്ലം പഴക്കമുള്ള അത് രണ്ടാമതൊന്ന് വളരണല്ലേ. മണിയൊക്കെ കോട്ടൊക്കെ ഇട്ടിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അവിടെ വരും. വലുതവിടെ പ്രശ്നം എന്താ പണി? അവര് രണ്ട് തന്തകളായിട്ട് ട്രിപ്പ് വന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. രണ്ടാമത് പുറത്തിറങ്ങണ്ടാന്ന്. മഴക്കാലത്ത് വന്നാൽ ഈ സാധനം ഇവിടെ കാണാൻ പറ്റില്ല. അല്ലാതെ വേനൽക്കാലത്ത് ഇവിടെ വെയിലൊന്നും ഉണ്ട്. ഫുള്ള് വെയിലായിരിക്കും. സനിമഴക്കൂടെ വേണ്ട, ഞാൻ ഫോണ് തന്നെ വെച്ചിട്ടാ. ഇതുകൊണ്ട് തന്ത വൈപ്പ് കയ്യൊക്കെ കെട്ടി നോക്കിക്കണ പണിയാ. നമ്മൾക്കൊരു ഒരുത്ത ഡിഗ്രി കടന്നുറങ്ങാൻ പറയാ. എന്താ പുതിയ കാണാൻ അത് കാണണം. ബെഡ് ഇങ്ങനെ പുലി അങ്ങനെ ആന അതൊക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് കൂടെ പോണേ. വയനാട് മൈസൂരിൽ പോയാൽ കൂടുതൽ ഇറങ്ങും. എന്നാ ഇന്ന് പോയാൽ തരുന്നു അല്ലേ. പിന്നെ കുളിക്കല് പിന്നെ എന്റെ വീട്ടുകാർ വിളിക്കേണ്ടി വരും 16-ന്. ഇതുമ്പോ നിക്കുന്ന ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. അടിപൊളി കിട്ടും. അത്യാവശ്യം വെള്ളമുണ്ട്. മറ്റേത് ഉയരം കൂട്ടിയിട്ട് മതിൽ ഉയരം എടുത്തോ. വണ്ടി റോട്ടിലല്ല അമ്മ. ഇതാണ് പൊളിച്ച്. മറ്റേ ഗ്ലാസ് വെള്ളം നനക്കാൻ പറ്റൂലേ. ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. മുകളിൽ നിന്ന് എവിടുന്ന് വരുന്ന വെള്ളം. നെല്ലിയാമ്പതി കയറുന്നതിന് മുമ്പ് ഫസ്റ്റുള്ള വലിയൊരു വാട്ടർഫോൾസ് ഇട്ടത് ചെറുതുണ്ട് അപ്പുറത്ത്. അതിന് കഴിഞ്ഞിട്ടത് കിട്ടിയത്. ആ ലോങ്ങന്ന് 2 അല്ലേ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാ.
കോളോ അടുത്ത നല്ല വൈബുള്ള സ്ഥലം. ചെക്കന് വെള്ളം കണ്ട അപ്പം ചാടണം. മഴക്കാലത്ത് നെല്ലിയാമ്പതി വേറെ ലെവല കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മഴക്കാലത്ത് വരുന്നത്. എപ്പോൾ വരുമ്പോഴും മഴ ഉണ്ടാവില്ല, നല്ല ഡ്രൈ ആയിരിക്കും. മഴക്കാലത്ത് വരുമ്പോൾ കുറേ വെള്ളച്ചാട്ടം കണ്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല പച്ചപ്പ്, നല്ല പച്ചപ്പ്. മണിയാ 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 എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിക്കണ്. ഓ വണ്ടിൻ്റെ കാര്യം നോക്കുവന്. ചാലക്കുടിന്ന് ചെരുപ്പണിക്കാര് അവ കാട്ടുപോത്തെ ഇപ്രാവശ്യം കളിക്കുമ്പോ മോയേട്ടന്റെ പോലത്തെ ഗ്രൗണ്ടിൽ വന്നിരുന്നോ? മോയേട്ടന്റെ പശുവിലോ ചോറ് കഴിക്കും. കൊടിയെന്നും ഉയർന്നു ഗണനാകും ജങ്കടനാകും. ചായയുടെ ചായ കുടിക്കണ പോവാ. ചായ കുടിക്കാൻ നിർത്തിയാട്ടോ അവിടെ ഓരോ കട്ടൻ ചായ വിളിച്ചു. ചായ കുടിക്കാൻ നിന്നില്ലേ, അവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററിൻ്റെ വന്നു കഴിഞ്ഞാൽ ഒരു തൂക്കുപാലം കിട്ടുക, ബാക്കിൽ കാണാല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് വേണം, അവിടെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ പോയി കുളിക്കാൻ വേണ്ടി പോകാൻ. തൂക്കുപാലം ഞാൻ ഫസ്റ്റ് കേട്ടോ, നെല്ലിയാമ്പതി 5-6 തവണ വന്നിട്ട് തൂക്കുപാലങ്ങളിലേക്ക് അറിയില്ല. ഫ്രണ്ട്സ് രണ്ട് വനപ്പോൾ വന്നാ. നല്ല മഴ പെയ്യണം അതിൻ്റെ ഇടയിൽ. അമ്മേ എന്തേ കോട്ടിട്ടോ? ഞാനല്ലേ പോയി കോട്ടിട്ടോ. നല്ല മഴ. പിന്നെ കുറച്ചേരം അടിച്ചു കഴിഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതെ നല്ലതല്ലേ. സാനുപുടി എത്ര കിലോമീറ്റർ പറഞ്ഞേ? 1 കിലോമീറ്റർ. ഈ വെള്ളത്തിന്റെ തന്നെ വെള്ളം കലങ്ങിയിട്ടാ വരുന്നട്ടോ. കലങ്ങിയ വെള്ളം ചേർക്കണ്ട. വാട്ടർഫാൾസിലെത്തി. ഇവിടെ ആണ് കുളിക്കാൻ പോകട്ടോ. ബാക്കിൽ തന്തവൈബ് ഫോട്ടോ എടുക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് പോവാണ് ഗായ്സ്. ഓക്കെ, ഞാൻ ചെരുപ്പും കൂടി ഇട്ടിട്ടില്ല. മണിയാ, ഞാൻ ചെരുപ്പ് ഇട്ടില്ലടാ, കാലി നനക്കണ്. അതാ വഴിക്കണ്ട. എന്തൊരു തണുപ്പ്, തണുപ്പ് പറഞ്ഞ എച്ചായ തണുപ്പ്. നല്ല മഴക്കുണ്ട് കേട്ടോ.
നല്ല നല്ല കൂടുണ്ട്. ഞങ്ങൾ വരുമ്പോ എത്ര അറിഞ്ഞില്ല, കല്ല് കൂടിയിരുന്നില്ല. ഞങ്ങളെ നല്ല കയറാൻ നോക്കട്ടെ കേട്ടോ. നമുക്ക് അങ്ങോട്ട് നിൽക്കാം, അവിടെ ചൂടില്ല. ജമീർക്ക അങ്ങോട്ട് നിൽക്കാനും റോഡ് നല്ല വെള്ളം വരുന്നുണ്ട്. കേറ് എടുത്തുക്കണോ? നല്ല വെള്ളം പറഞ്ഞ നല്ല വെള്ളം വരുന്നുണ്ട്. അതാ എന്താ പനിക്കണാള്? ഇറങ്ങി ശരി ഇറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞു, കുറച്ച് വീട് നല്ല മഴ ഉണ്ട് കേട്ടോ. അതുകൊണ്ടേ വീഡിയോ എല്ലാം എടുക്കാൻ പറ്റില്ല. പൊന്നു എന്തൊരു നമുക്ക് ഈ കാറിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റട്ടെ. ബാക്കിൽ രണ്ടാൾ വരുന്നുണ്ട്, രണ്ടാൾ മുമ്പിൽ പോയി. മഴ കൊണ്ടിട്ട് ക്യാമറ ഒക്കെ ബ്ലറായി പോകും. നല്ല മുഴുക്കുന്നുണ്ടല്ലോ. ചുണ്ടൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ ചോര ഇങ്ങനെ വരുമായിരുന്നു. ചെക്കനും പോണ ഒരു സ്വയം തരില്ല നോക്കിട്ട്. അതാ മറ്റേ ഫോട്ടോസൊക്കെ കളയും കേട്ടോ. ഞാൻ മാത്രം ചെരുപ്പ് ഇടാതെ ബാക്കിയൊക്കെ ഇട്ടുകൂടും. എടാ കൊട വേണ്ട വേണ്ട പൂഞ്ഞോട് മൂല കാറ്റ് കൊണ്ടോട് ഇങ്ങനെ നടക്കണം. പൊന്നു ഇവിടെ സൈഡാക്കാൻ അവനത്ത് പറഞ്ഞു. വീണ പോയി മണിയാ കീറുന്നു. വീണ പിന്നെ എന്ത് കീറുന്നു? അവിടെ ദൂക്കിയ വെള്ളച്ചാട്ടം ദൂക്കി ദൂക്കി സൗണ്ട് നോക്ക്. അവിടെ ഫോട്ടോ എടുക്കുക. ആടാ ബൈസൺ ജയ്സൺ കാട്ടുകൂത്ത്. സനു എടുത്തിട്ട ഹോർൺ അടിക്കണ്ടോ സനു? നാറമ്പോത്തും അത് പണി ചെയ്യും. ഇങ്ങനെ എടുത്തിക്കോ. റോഡ് കൂടെ പോയിട്ട് കയറാനുള്ള സ്ഥലം ഉണ്ടാവും. കൂടെ കയറും എടുത്തോട്ടോ. അതങ്ങനെ പിടിക്കാൻ പാടില്ല. നാല് പോലെ ഉണ്ടാവും, തകിനാല് പോലെ ഉണ്ടാവും. എന്തായാലും തടി ഫോട്ടോ എടുക്കണം. ഫോൺ അടിക്കാം. ഫോട്ടോ എടുക്കണം. അതൊന്നും ചെയ്യില്ലടാ, അതിന് നടക്കാനും കഴിയില്ല. ഫോണില് ചാർജ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കൽ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ വേറെ പരിപാടിയൊന്നുമില്ല. വീട്ടിൽ തിരിച്ചാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പ്. അപ്പോൾ ഫുഡ് കഴിക്കണം. പോണ വഴിക്ക് ഫുഡ് കഴിച്ചപ്പോൾ സമയം 6:10 നേരം വൈകി, ഒരുപാട് നേരം വൈകി. അവിടെ വെള്ളത്തിൽ കളിച്ചിട്ട് അങ്ങനെ നേരം പോയതാ. അപ്പോൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകണമെങ്കിൽ പിന്നെ അടുത്ത ട്രിപ്പിൽ അടുത്തൊരു വീഡിയോ ആണ്. ബൈ.